നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ തെളിവാണ്. ഇപ്പോൾ ബിദാഴികൾ കൂടുതലും പറയുന്നത് റബീഉൽ അവ്വലിലാണ് സുന്നികൾ മാത്രം ഇറങ്ങുന്നത്, അതിൻ്റെ മുമ്പുള്ള ഒരു സംഗതി ഇല്ല, അത് കൂടുതലാക്കണം എന്നുള്ളത് ഖുർആൻ പറയുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് കൂടാൻ സാധിക്കുമോ അല്ലേ, അതാണ് സൂറത്ത് യൂനിസിലൂടെ പ്രത്യേകം പറഞ്ഞത്. കുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. നിങ്ങൾ മുത്തുനബിയുടെ മദ്ഹുകൾ ഇങ്ങനെ പറഞ്ഞോളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ തന്നെ മുത്തുനബിയെ കുറിച്ച് പ്രകീർത്തിച്ച് പറയുന്നതും മദ്ഹ് പറയുന്നതുമൊക്കെ വ്യാപകമായിട്ട് തന്നെയുണ്ട്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മാസമാണ് നമ്മുടെ മുന്നിൽ ആഗതമായിരിക്കുന്നത്. ഈ മാസത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ ചില ഇടപെടലുകളുടെ ചില ബോധ്യങ്ങളെ കണ്ടെത്തുക, മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഇർഷാദ് സഖാഫി ഉസ്താദാണ്. ഉസ്താദ്, നമ്മൾ ഇപ്പോൾ കൂടുതലും ഈ ഒരു മാസത്തിൽ സുന്നികളായ ആളുകൾ കൂടുതൽ മദ്ഹുർ റസൂലിൻ്റെ വേദികൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകീർത്തിക്കുന്ന അനുസ്മരിക്കുന്ന വേദികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പഴയ കാല രൂപം സ്വഹാബത്തിൻ്റെ കാലത്തുണ്ടാവും, തീർച്ചയാണ്. എങ്ങനെയായിരിക്കണം നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത്? അതുവഴി നാം ഇപ്പോൾ ഉള്ള ഒരു സംഗതി, ഇപ്പോഴത്തെ ഒരു സെറ്റപ്പും അന്നത്തെ ഒരു സെറ്റപ്പും തമ്മിലുള്ള മാറ്റവും ഒരു ആത്മീയതയും ഒക്കെ എങ്ങനെയായിരിക്കണം നോക്കി കാണേണ്ടത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ തന്നെ മുത്തുനബിയെ കുറിച്ച് പ്രകീർത്തിച്ച് പറയുന്നതും മദ്ഹ് പറയുന്നതുമൊക്കെ വ്യാപകമായിട്ട് തന്നെയുണ്ട്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ കഅബ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ മുത്തുനബിയെ പുകഴ്ത്തി പാടുന്നതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ് തങ്ങൾക്ക് പുതപ്പ് സമ്മാനമായിട്ട് നൽകുന്നതുമൊക്കെ ചരിത്രത്തിലുണ്ട്. പക്ഷേ അക്കാലത്ത് ആളുകളുടെ ജനബാഹുല്യം വളരെ കുറവായതുകൊണ്ട് തന്നെ ആ ഇട്ടാവട്ടത്തിലുള്ള സ്വഹാബികൾക്കിടയിൽ മാത്രമായിട്ട് അത് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ചരിത്രം ഇങ്ങനെ ദീർഘമാകും തോറും, കാലം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും തോറും ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാപിക്കുന്നതോടുകൂടെ മുത്തുനബിയുടെ പ്രകീർത്തനങ്ങളും വർദ്ധിക്കുകയാണ്. അങ്ങനെയാണ് രാജാക്കന്മാരിലൂടെ ആ ഒരു സംഭവം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ്, ആ മൗലിദ് ഒരു പ്രത്യേക ദിവസം കഴിക്കുന്ന സിസ്റ്റത്തിലേക്കൊക്കെ മാറുന്നത് പിന്നീട് അങ്ങോട്ടാണ്. അത് ആളുകളുടെ സൗകര്യം അനുസരിച്ചാണ്. പിന്നെ ഒരു പ്രത്യേക ദിവസത്തിൽ കൊണ്ടാടണോ അല്ലെങ്കിൽ പ്രത്യേക സമയത്ത് കൊണ്ടാടണോ, അതിനും ചില മഹത്വങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വദക്കിറുഹും ബി അയ്യാമില്ല. അള്ളാഹുവിൻ്റെ ചില പ്രത്യേക ദിവസങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥം അള്ളാഹു തആല ലോകത്തെ അനുഗ്രഹിച്ച, ലോകത്തിന് ഗുണങ്ങൾ ചെയ്ത ദിവസങ്ങൾ എന്നാണ്. ആ ദിവസങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂലോകത്തേക്ക് ഭുജാതനായിട്ടുള്ള ദിവസം അല്ലെങ്കിൽ ആ മാസം റബീഉൽ അവ്വൽ എന്ന് പറയുന്ന മാസം, അത് പ്രത്യേകിച്ച് നമ്മൾ ജനങ്ങളോട് ഓർമ്മപ്പെടുത്തേണ്ട ഒരു മാസം കൂടിയാണ്. ആ മാസത്തെ പ്രത്യേകിച്ച് പരിഗണിച്ച് ബഹുമാനിച്ച് മുത്തുനബിയെ സംബന്ധിച്ചുള്ള മദ്ഹുകൾ കൂടുതൽ പറഞ്ഞ് പാടി അത് പ്രചരിപ്പിക്കുക, അത് സംവേദനം ചെയ്യുക എന്നുള്ളത് അത് ആ ഒരു ദിവസത്തെ ബഹുമാനിക്കുന്നതിൽ പെട്ടതും കൂടിയാണ്. നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ തെളിവാണ്. ഇപ്പോൾ ബിദാഴികൾ കൂടുതലും പറയുന്നത് റബീഉൽ അവ്വലിലാണ് സുന്നികൾ മാത്രം ഇറങ്ങുന്നത്, അതിൻ്റെ മുമ്പുള്ള ഒരു സംഗതി ഇല്ല, അത് കൂടുതലാക്കണം എന്നുള്ളത് ഖുർആൻ പറയുന്നത്. അതെ, കൂടുതലാക്കണം എന്നാണ് അല്ലെ. എത്രത്തോളം നിങ്ങൾക്ക് കൂടാൻ സാധിക്കുമോ അല്ലെ, അതാണ് സൂറത്ത് യൂനിസിലൂടെ പ്രത്യേകം പറഞ്ഞത്. കുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. നിങ്ങൾ മുത്തുനബിയുടെ മദ്ഹുകൾ ഇങ്ങനെ പറഞ്ഞോളൂ. ആ മദ്ഹുകൾ നിങ്ങൾ നല്ലവണ്ണം പറഞ്ഞോളൂ. കുറച്ചൊന്നല്ല പറഞ്ഞത്, നല്ലവണ്ണം പറഞ്ഞോളൂ. ഫബിദാലിക ഫല്യഫ്റഹു.
ആ മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞ് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഏതൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വീകരിച്ചോളൂ. ആ മാർഗങ്ങൾ പല രൂപത്തിലാണ്. മഹാനായിട്ടുള്ള ഇമാം ഷാമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയ മഹാനാണ്, അല്ലാമ മുഹമ്മദ് ബിൻ യൂസുഫ് സ്വാലിഹി ഷാമി റളിയല്ലാഹു അൻഹു. അവിടുത്തെ സുബുൽ ഹുദ വർറഷാദ് എന്ന് പറയുന്ന കിതാബിൽ അവിടുന്ന് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. മൻ ഫറഹ ബിന ഫറഹന ബിഹി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ച ഒരു കോട്ട് അവരെ രേഖപ്പെടുത്തുകയാണ്. നമ്മളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന അത്ര സന്തോഷിച്ചോളൂ. അങ്ങനെ വല്ലൊരുത്തനും എന്നെക്കൊണ്ട് നല്ലവണ്ണം സന്തോഷിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അവരെ തിരിച്ചും അതുപോലെ എന്നെ സന്തോഷിക്കുന്ന അതേ തോതിൽ അവരെയും സന്തോഷിക്കും. ഇത് സന്തോഷിക്കേണ്ട മാർഗങ്ങൾ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ആ രൂപങ്ങളെക്കുറിച്ച് മഹാന്മാരായിട്ടുള്ള മുഫസ്സിരീങ്ങളും അതുപോലെ തന്നെ മുഅല്ലിഫീങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. തദ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിൽ മുത്തുനബിയെക്കുറിച്ച് സന്തോഷിക്കുന്നതിനെ സംബന്ധിച്ച് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ഏതൊക്കെ രൂപത്തിൽ സന്തോഷിക്കാം എന്നുള്ളത്. കണ്ണിന് കുളിർമയുള്ള വൈദ്യുതി ഉപയോഗിച്ച്, ഇന്നത്തെ കാലത്ത് വൈദ്യുതി എന്ന് നമുക്ക് പറയാം, പണ്ടത്തെ കാലത്ത് വൈദ്യുതി ഇല്ല, അന്ന് വിളക്കുകളായിരുന്നു. വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ട്, നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ട്, മൃഗങ്ങളുടെ പുറത്ത് വാഹനം കയറിയിട്ട്, അങ്ങനെ പല രൂപങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, സന്തോഷിക്കാം. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ടും പാടിക്കൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും ഒക്കെ സന്തോഷിക്കാം. ഇങ്ങനെ സന്തോഷത്തിനൊരു അതിർവരമ്പ് കൃത്യമായിട്ട് വെച്ചിട്ടില്ല. അതാണ് ഫല്യഫ്റഹു എന്ന് ഖുർആൻ പറഞ്ഞിട്ട് എങ്ങനെയാണ് സന്തോഷിക്കേണ്ട രൂപം എന്ന് പറയാതെ അവിടെ നിന്ന് ബാക്കി വെച്ചത്. കാരണം നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഏതൊക്കെ രൂപങ്ങളുണ്ടോ ആ രൂപങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യാം, സന്തോഷിക്കാം. മഹബത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഹദ് അങ്ങനെ നമുക്ക് വെക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, ഒരിക്കലും കഴിയൂല. ഇപ്പോൾ സ്വഹാബ കിറാമിൻ്റെ അത്തരം ചരിത്രങ്ങളൊക്കെ നമുക്ക് മുന്നിൽ പ്രത്യക്ഷമാണ്. ഇഷ്ടം വെക്കുന്നതിനനുസരിച്ച് അവരെക്കുറിച്ചുള്ള പറച്ചിലുകൾ, അവരെക്കുറിച്ചുള്ള സ്മരണ കൂടുന്നതാണ്. ഫൈദുൽ ഖദീർ എന്ന് പറയുന്ന കിതാബിൽ പ്രത്യേകം എടുത്തു പറയുന്നത് കാണാം. മൻ അഹബ്ബ ഷൈഅൻ യുക്സിറു അല്ലെങ്കിൽ അക്സറ ദിക്റഹു. ഒരാളൊരു കാര്യത്തെക്കുറിച്ച് നല്ലവണ്ണം, ഒരു കാര്യത്തെ സംബന്ധിച്ച് നല്ലവണ്ണം ഇഷ്ടം വെക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള സ്മരണ പറയിൽ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതാണ് സ്വഹാബത്തിന്റെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ പ്രയാസം വരുമ്പോഴും പ്രതിസന്ധി വരുന്ന സമയത്തൊക്കെ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ഖന്തക്കിന്റെ ഒക്കെ യുദ്ധത്തിന്റെ സമയത്ത് മുത്തുനബിയെ കുറിച്ച് ഇങ്ങനെ പാടിയത് കാണാം. അതുപോലെ മുത്തുനബിയുടെ ഫഖറുകൾ ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണാം. അതുപോലെ തന്നെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണാം. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അവിടെ നിന്ന് ഒരു ദിവസം കാലിന് കോച്ചൽ വന്ന സമയത്ത്, ആ ബുഖാരിയുടെ അധ്യായം തന്നെ ബാബുമാ യഖൂലു റജുലു അങ്ങനെയാണ് പറയുന്നത്. കാല് കോച്ചുന്ന സമയത്ത് ഇൻ ഖദിറത്തി റിജുലുഹു, കാല് കോച്ചുന്ന സമയത്ത് പറയുന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായം. അവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം കാണാം. ഇബ്നു ഉമർ തങ്ങൾക്ക് കാല് കോച്ചിയ സമയത്ത്, വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് ഇബ്നു ഉമർ തങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നിങ്ങൾ പറഞ്ഞോളൂ, അവരുടെ പേര് പറഞ്ഞോളൂ, പേര് പറയുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ കോച്ചലും വേദനകളൊക്കെ ശമിക്കും എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞത് യാ മുഹമ്മദ എന്നാണ്. മുത്തുനബിയുടെ പേരാ പറഞ്ഞത്. ആ പേര് പറഞ്ഞ സമയത്ത് സ്പോട്ടിൽ ഇബ്നു ഉമർ തങ്ങളുടെ കാലിൻ്റെ വേദന മാറിയെന്നാണ്. അപ്പോൾ അവരെ അത്രയും മുത്തുനബിയെ വല്ലാതെ ഇഷ്ടം വയ്ക്കുന്നുണ്ട്, അല്ലാതെ പ്രണയിക്കുന്നുണ്ട്. ആ പ്രണയമാണ് അവരുടെ ഓരോ അവസ്ഥകളിലും അവസരങ്ങളിലും ഇങ്ങനെ അവരുടെ ഹൃദയത്തിന് അകത്ത് നിന്ന് പുറത്തോട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കേരളീയ പണ്ഡിതന്മാരിൽ നിന്ന് ഇത്തരമൊരു മിസാലുകൾ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയ നമ്മുടെ പൂർവികന്മാരിൽ നിന്ന് ഉണ്ടായതായിട്ട് ഇപ്പോൾ കുണ്ടൂർ ഉസ്താദിന്റെ ചരിത്രങ്ങളൊക്കെ അതെ കുണ്ടൂർ ഉസ്താദിന്റെ ഒക്കെ ചരിത്രം, കുണ്ടൂർ ഉസ്താദ്, അതുപോലെ തന്നെ വൈലത്തൂര് ബാബ ഉസ്താദ്, ചാപ്പനങ്ങാടി ഉസ്താദ് അവരുകളൊക്കെ, അവരൊക്കെ അവരുടെ ജീവിതകാലത്ത് തന്നെ മുത്തുനബിയെ വല്ലാതെ പ്രണയിച്ച ആളാണ് അല്ലേ. കുണ്ടൂർ ഉസ്താദിന്റെ ആരംഭപ്പൂവായ ബൈത്തിന്റെ അവസാനമൊക്കെ മുത്തുനബിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. മൽജ വ മഞ്ച വ മുഷ്താഖ എന്ന് പറഞ്ഞിട്ട് മുത്തുനബി അഭയമാണ്, ഞങ്ങളുടെ രക്ഷയാണ്, ഞങ്ങളുടെ പ്രതീക്ഷയാണ് എന്ന് പറഞ്ഞ് മുത്തുനബിയുടെ പേര് നേരിട്ട് പരാമർശിക്കാതെ മുത്തുനബിയോടുള്ള മഹബത്ത, തോഹ വയാസീം വ ഹാമീം നബിയുന, അതൊക്കെ വല്ലാത്ത മാതൃകയാണ്. കേരളീയ ശൈലികളിൽ നിന്ന് നമ്മൾ അനുഭവിച്ച മാതൃകകളാണ്. അതുപോലെ തന്നെ വൈലത്തൂര് ബാബ ഉസ്താദ് മുത്തുനബിയെ കുറിച്ച് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത്ര പരിചിതമായിട്ടില്ല. അതുപോലെ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ്, അവർ മുത്തുനബിയെ കുറിച്ച് ധാരാളം കവിതകൾ എഴുതിയ മഹാനവറുകളാണ്. അവരൊക്കെ അതിൻ്റെ ഫലമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കാണുകയും യക്കളത്തിൽ കാണുകയൊക്കെ ചെയ്ത മഹാന്മാരാണ്.
അവരൊക്കെ ഗദ്യങ്ങളിലൂടെ മുത്തുനബിയെ വല്ലാതെ ആ സാമീപ്യം, അടുത്ത് മഹബത്ത് വർദ്ധിപ്പിച്ച ആളുകളാണ്. മദ്ഹുകൾ എഴുതുക എന്നുള്ളത് മുൻഗാമികളുടെ ഒരു പതിവായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ അതെ അതെ, അതിപ്പോഴും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മനുഷ്യന്മാർക്ക് ആത്മീയതയ്ക്ക് ഉപരി ലഭിക്കുന്ന ഒരുപാട് ഭൗതിക നേട്ടങ്ങളെ കുറിച്ചിട്ടും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണെ കുറിച്ചൊക്കെ ബുർദത്ത് ഷരീഫിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊരു ഷിഫാന് വേണ്ടി എഴുതിയതാണല്ലോ. അതെ, ബുർദയിലുള്ള ഒരുപാട് കീർത്തനങ്ങളെ കുറിച്ചിട്ട് അതിൽ 10 ഫസലുകൾക്കുള്ളിൽ എന്തെല്ലാമോ ഉൾക്കൊള്ളിച്ച് എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അങ്ങനെ ഒരുപാട് കാവ്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതെ അതെ, യഥാർത്ഥത്തിൽ ഈ ബൈത്തുകൾ എന്ന് പറയുന്നത് അത് മനസ്സിനൊരു, നമ്മുടെ ഹൃദയത്തിനൊരു ആനന്ദകരവും ആസ്വാദകരവുമാണ്. ബുർദയിലെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെ അതാണ് അല്ലേ. ഖദം തുഹൂബി മദീഹിൻ എന്ന് പറഞ്ഞിട്ട് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത്, വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് ഞാൻ മുത്തുനബിക്ക് മദ്ഹ് പറഞ്ഞുകൊണ്ട് മുത്തുനബിയെ കൊണ്ടാണ് ഞാൻ ഖിദ്മത്ത് എടുത്തത്. ആ ഖിദ്മത്ത് എടുക്കുന്നതിലൂടെ എനിക്ക് എൻ്റെ രോഗം സുഖപ്പെട്ടു എന്ന് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ മഹാന്മാരായിട്ടുള്ള ആളുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തന്നെയായിരുന്നു. അതിലൂടെ ആത്മീയമായിട്ട് വളരുക, പുരോഗതി കൈവരിക്കുക എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ആത്മീയമായിട്ട് നമ്മൾ പുരോഗതി കൈവരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭൗതികമായിട്ടുള്ള നമ്മുടെ അസുഖങ്ങളും മാറും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലൈസൽ ഗിന ഗിനൽ മാല് അൽ ഗിന ഗിനൻ നഫ്സ്. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത്. മാനസികമായിട്ടുള്ള അഭിവൃദ്ധിയാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത്. അതെ അതെ, അഭിവൃദ്ധി, ആത്മീയമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരവും മെച്ചപ്പെടും, നമ്മുടെ ചിന്തകൾ മെച്ചപ്പെടും. ആ ചിന്തകളിലൂടെ നമുക്ക് ഭൗതിക ലോകത്തും ആത്മീയമായിട്ട് ഒരുപാട് തലങ്ങളിലേക്ക് ഉയരാൻ സാധിക്കും എന്നാണ് മഹാന്മാരൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു വിഷയം തവസ്സുൽ ഇസ്തിഗാസ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഇത്തരം ഒരു സംഗതിക്ക് ഒരു നേട്ടവും ഇല്ല, അതിനൊരു ഫലവും ഇല്ല, ഒരു സ്ഥാനവും ഇല്ല എന്ന് പറയുന്ന ഉത്തരവാദികളുടെ വാദങ്ങളാണ് പിന്നെ ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അത് തീർത്തും അബദ്ധമാണ്. കാരണം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്, അതിൻ്റെ റെലവൻസി എന്ന് പറയുന്നത് അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഖുർആനിലൊരു പ്രധാനപ്പെട്ട ആയത്താണ് വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തൗവാബർ റഹീമ. അവിടെ പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും സ്വശരീരങ്ങളോട് വല്ല തെറ്റുകളും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അള്ളാഹുവിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂലിനോട് നിങ്ങൾ മാപ്പ് ചോദിച്ച് അവരെ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിങ്ങൾക്ക് വലിയ തൗബ സ്വീകരിക്കുന്ന ആളായിട്ട് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ കേവലം അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തേക്ക് മാത്രം ചേർത്തി പറയുകയാണെങ്കിൽ ഖുർആന് റെലവൻസി ഉണ്ടാവില്ല. ഖുർആന്റെ റെലവൻസി എന്ന് പറയുന്നത് ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ മാധുര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മുത്തുനബിയുടെ കാലത്തേക്ക് മാത്രമല്ല, ഇപ്പോഴും നിങ്ങൾ വല്ല തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വല്ല പാപങ്ങളും ചെയ്യുകയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ അവലാതി ബോധിപ്പിച്ചാൽ, നിങ്ങൾ പ്രകടിപ്പിച്ചാൽ അതിലൂടെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പരിഹാരം ഉണ്ടാകും എന്ന് അള്ളാഹു പറഞ്ഞു വെക്കാണ്. അത് അള്ളാഹുവും റസൂലും തമ്മിലുള്ളൊരു ബന്ധം കൂടിയാണ്. അവർ വല്ലാത്ത അടുപ്പാണ്, മഹബത്താണ്. അതുകൊണ്ടാണ് അതെ അതെ ഈ ഒരു ശിർക്കാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിൽ കണ്ടില്ലേ, അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ റസൂലിനോട് കൂടെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കണം, പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതിന്റെ വേറൊരു വെർഷനാണ് ഇർതകബതു അലൽ ഖതാവ ഹസരിൻ വഅദദ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഖുർആന്റെ റെലവൻസി അവിടെ പൂർത്തിയാവുക. മുത്തുനബിയോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ നടത്തണം. ഇസ്തിഗ്ഫാർ നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യത്യസ്തമാണ്. ഇസ്തിഗ്ഫാറിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന ലിയഗ്ഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അവിടെ നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു തആല മാപ്പ് ചെയ്തു തരാൻ വേണ്ടി എന്നല്ല അവിടെ അർത്ഥം, മറച്ചു വെക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങ് ദോഷങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് അല്ലാഹു തആല ഒരു മറ വെച്ചിരിക്കുന്നു. ഇപ്പോൾ ധാരാളം അർത്ഥങ്ങൾ അതിനുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ശഫാഅത്ത് ചോദിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ബൈത്തുകളിലൂടെയൊക്കെ ഉള്ള അർത്ഥം അത് തന്നെയാണ്. അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് വേണ്ടിയിട്ട് ശഫാഅത്ത് ചോദിക്കുന്നു അല്ലേ.
ഒരുപാട് ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത കവിതകൾ കാണാം. വഫീനാ റസൂലുള്ളാഹി യത്ലു കിതാബഹു എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ പറയുന്ന ഇതാണ്, ഈ ആശയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഉമ്മത്തിനിക്ക് വേണ്ടിയിട്ട് ശഫാഅത്ത് ചോദിക്കുന്നു. അതാണ് ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള അർത്ഥം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കുക എന്ന് പറയുന്നത് അതൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മാവിന് തുല്യമാണ്. ആ ആത്മാവിനെ നിലനിർത്തണമെങ്കിൽ, ജീവുണ്ടാകണമെങ്കിൽ ആ ജീവനെ നിലനിർത്താവുന്ന ഘടകങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഘടകങ്ങളാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുക എന്നുള്ളതൊക്കെ. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പാടി വെച്ചു, നുബ്യതു അന്ന റസൂലല്ലാഹി ഔഅദനി വൽ അഫ്വ ഇൻദ റസൂലില്ലാഹി മഅ്മൂലു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ അവരുടെ ഹുബ്ബാണ്. അവർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ രൂപത്തിലാണ് തങ്ങളുടെ ആത്മാവിനേക്കാൾ, തങ്ങളുടെ റൂഹിനേക്കാൾ വളരെ മഹത്വത്തോടെ കണ്ടു എന്നുള്ളതാണ് ആ മഹാന്മാരൊക്കെ വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട നിദാനം എന്ന് പറയുന്നത്. ഈ റബീഉൽ അവ്വൽ മാസം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അടുത്തറിയാനും മുത്തനബി തങ്ങളെ കൂടുതൽ സ്നേഹിക്കാനുമുള്ളൊരു മാസമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറ്റണം. വറഫഅനാ ലക ദിക്റക എന്ന് പറയുന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതിന്റെ പ്രധാനപ്പെട്ട ഈ ആയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യസ്നൂന അലൈക് വയസല്ലൂന അലൈക് വയഹ്ഫളൂന സുന്നതക്, നബിയെ ഇതിലൂടെ നിങ്ങളുടെ ചര്യകളെ ജനങ്ങളൊക്കെ സംരക്ഷിക്കും, സൂക്ഷിക്കും, അവർ കാത്തു കൊണ്ടുപോരും. അതുപോലെ അങ്ങയുടെ മേൽ ജനങ്ങൾ സ്വലാത്ത് ചൊല്ലും, അങ്ങയെ മദ്ഹു പറയും. ഇതാണ് വറഫഅനാ ലക ദിക്റക. ഇന്ന് ആഗോളതലത്തിൽ തന്നെ നമ്മുടെ പുത്തൻവാദികൾ വാദിക്കും പോലെ കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ മുത്തനബിയെക്കുറിച്ചുള്ള മദ്ഹുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സുകൾ ധാരാളമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ വറഫഅനാ ലക ദിക്റക എന്ന് പറയുന്ന ആയത്തിൻ്റെ വ്യാപ്തി നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. മഹബത്തിൻ്റെ ഗോയത്ത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത നമ്മളെ പോലുള്ള സാധാരണക്കാരായ ആളുകൾ, അടിത്തട്ടിലുള്ള ആളുകൾ മുത്തനബിയിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം എന്തായിരിക്കും? അത് മുത്തനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്, സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി. മുത്തനബിയോട് സ്വലാത്ത് ചൊല്ലുന്നതിനനുസരിച്ച് മുത്തനബിയോടുള്ള അടുപ്പം വർദ്ധിക്കുക എന്നുള്ളതാണ്. അതാണ് വ്യത്യസ്തമായിട്ടുള്ള ഹദീസുകളിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശറ സ്വലവാത്ത്, 10 സ്വലാത്തുകൾ അള്ളാഹു തആല തിരിച്ച് അവനിക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇതൊക്കെ മുത്തനബിയോട് അടുക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു തആല സംവിധാനിച്ച ഓരോ സംവിധാനങ്ങളാണ്. മുത്തനബിയോട് നമ്മൾ വല്ലാതെ അടുക്കുമ്പോൾ ആ മുത്തനബിയോട് ഏറ്റവും അടുത്ത് അള്ളാഹുവിലേക്കും നമുക്ക് ആത്മീയമായിട്ട് വളരെയധികം അടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മുത്തനബിയുടെ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ആ അനുഗ്രഹം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. വ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ആ അനുഗ്രഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിന് റോയത്തില്ല, അറ്റമില്ല. നമുക്ക് എത്രത്തോളം സാധിക്കുമോ, ഏതൊക്കെ രൂപത്തിൽ സാധിക്കുമോ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറഞ്ഞിട്ടില്ലെങ്കിൽ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. മുത്തനബിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവസരം നൽകിയിട്ടും എന്തുകൊണ്ട് മുത്തനബിയെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചില്ല, എന്തുകൊണ്ട് മുത്തനബിയെ നിങ്ങൾ ഓർത്തില്ല എന്നതിനെ സംബന്ധിച്ച് ഖിയാമത്ത് നാളിൽ ചോദ്യം വരും. ആ ചോദ്യത്തിൽ നിന്ന് നമുക്കൊക്കെ രക്ഷപ്പെടാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ വളരെ പുണ്യമായിട്ടുള്ള ഈ മാസം അതിനെ വേണ്ട രൂപത്തിൽ തന്നെ പരിഗണിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പോഡ്കാസ്റ്റിലെ അവസാനിക്കുകയാണ്. എല്ലാവരും ഈ മെസ്സേജുകളൊക്കെ കൃത്യമായിട്ട് സ്വീകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.